ഈ ആഹാരം കഴിക്കുന്നത് വായ്ക്ക് സ്വാദ് നൽകും അല്ലേ? നല്ല രുചികരമായ ആഹാരം. പക്ഷെങ്കിൽ രുചികരമായ ആഹാരം വായിലിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങളെന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നത്? പുതിയ പാഠം ഫിസിയോളജി ഒന്നുമല്ല. അപ്പം ആഹാരം വായ്ക്ക് രുചിയാണെങ്കിലും അത് സ്റ്റൊമക്കിൽ എത്തിയെങ്കിൽ പ്രയോജനമുള്ളൂ. ആണോ? അപ്പം എത്തേണ്ടത് എവിടെയാ? രുചികരമാണ് ആഹാരം, പക്ഷെ അത് വായ്ക്ക് രുചിയായിട്ട് മാത്രം കാര്യമില്ല. അങ്ങനെയാണ് നമ്മൾ ചവച്ചിട്ട് തുപ്പിക്കളയുമല്ലേ. അപ്പം നമ്മൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആഹാരം കഴിക്കുന്നത് വയറ്റിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ആഹാരങ്ങൾ വയറ്റിൽ ചെല്ലുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? സംവെയർ അത് ബ്ലോക്കാകുന്നു, അത് ബ്ലോക്കായിത്തീരുന്നു. അപ്പം നമ്മൾ മെഡിക്കൽ അറ്റൻഷനൊക്കെ സീക്ക് ചെയ്യും, അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടേഴ്സ് ആയിരിക്കുന്നവരത് കണ്ടുപിടിക്കും, നേഴ്സസ് ആയിരിക്കുന്നവർക്ക് അതിൻ്റെ എവിടെയാണ് ഈ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ തടസ്സം, ഈ ആഹാരം വായിൽ നിന്ന് എത്തേണ്ടവിടത്ത് എത്താതിരിക്കുവാൻ ബ്ലോക്കേജായി നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ഒരു ശസ്ത്രക്രിയ, അത് ഒരു എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ആണെങ്കിൽ അതിനെ കുഴലൊക്കെ ഇട്ട് നോക്കും അല്ലേ, അല്ലെങ്കിൽ അതിനെ മുറിച്ച് എന്താണെന്ന് വെച്ചാൽ നോക്കും. ആ ഒബ്സ്ട്രക്ഷൻ, ആ തടസ്സം മാറ്റിയെങ്കിൽ മാത്രമേ ഈ ആഹാരം ശരീരങ്ങളിൽ എത്തുകയുള്ളൂ. അപ്പോൾ വായ്ക്ക് രുചിയായിട്ട് കാര്യമില്ല, എത്തേണ്ട ഇവിടത്തെ എത്തണം. നമ്മൾ ഓരോ പ്രാർത്ഥനകളും ഈ നിലയിൽ കാണണമേ. ഓരോ പാട്ടും ഓരോ ആരാധനയും ഓരോ പ്രസംഗത്തിൻ്റെയും പിൻപിലുള്ളത് എത്തേണ്ടവിടത്ത് ഈ ആരാധന എത്തണം, എത്തേണ്ടവിടത്ത് ഈ വചനം എത്തണം, പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇവിടെ ചലിക്കണം. ഇതിന് ഏത് നിലയിൽ തടസ്സം വന്നാലും അതിനെ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ തടസ്സം എന്ന് തന്നെ പറയാം. ആരാധന ഇവിടുന്ന് ഉയരുന്നു, ഇവിടെ ഉയരുന്നു, ഇവിടെ താട്ടി താഴോട്ട് പോരുകയാണെങ്കിൽ ആകാശത്തിൻ്റെ മണ്ഡലങ്ങളിൽ ആരാധന ഉയരാതിരിക്കുവാൻ ഒരു തടസ്സം. പ്രസംഗങ്ങൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വീഴുന്നില്ല എങ്കിൽ അത് വീഴാതിരിക്കത്തക്ക നിലയിലുള്ള ഒരു തടസ്സം. ആരാധന ഉയർന്നു, പ്രസംഗം ഹൃദയത്തിൽ വീണു, പ്രാർത്ഥിച്ചു, പ്രാർത്ഥന എത്തി, പക്ഷേ മറുപടി കാര്യങ്ങളിൽ എത്തുന്നില്ലെങ്കിലും അതിനും തടസ്സമെന്ന് പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് ഒരു ചെറിയ മീറ്റിംഗാണ്, നമ്മുടെ ഈ സഭയുടെ അത്രയും വലിപ്പമുള്ള ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുപ്പാൻ കേരളത്തിൽ പോയി. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ലുസ്ത്രയിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു വ്യക്തിയെ പോൾ കണ്ടു. ഞാൻ അതിൻ്റെ തുടർച്ച വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ അവിടെ മെസ്സേജ് ഡെലിവർ ആകുന്നുണ്ടെന്ന് എനിക്ക് നല്ലതായിട്ട് ബോധ്യമുണ്ട്. ഒരു വ്യക്തിക്ക് ഇത് പ്രാപിക്കണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കരങ്ങളെ ഉയർത്തി സ്തുതിക്കാനൊക്കെ വർഷിപ്പ് ലീഡർ പറഞ്ഞപ്പോൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മെസ്സേജിനിടയിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ ഐസൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റി. പക്ഷെങ്കിൽ എവിടെയോ ചില തടസ്സങ്ങൾ നേരിടുന്നതിനാൽ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു. വളരെ ദാഹത്തോടെ അദ്ദേഹം ഓരോ മെസ്സേജൊക്കെ പറയുമ്പോൾ റിസീവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ സ്വീകരിക്കുന്നതൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്ന് ശുശ്രൂഷിക്കുന്ന നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ടവർ നിൽക്കണേ. അപ്പോൾ ഇദ്ദേഹത്തെയാണ് എൻ്റെ വിഷയം. ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ? പാസ്റ്ററെ, എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രാപിച്ചവർ കാണിക്കുന്നതായ ശരീരം കൊണ്ടുള്ള എല്ലാ പരിപാടികളും ഞാൻ കാണിക്കാറുണ്ട്. പക്ഷെങ്കിൽ എന്തോ ഇത് നടക്കുന്നില്ല. കര അടിക്കാറുണ്ട് ശക്തിയായിട്ട്, ഞാൻ പാടാറുണ്ട്, നൃത്തം ചെയ്യാറുണ്ട്. ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ ഞാനും നൃത്തം ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇതുവരെ വന്ന് ഇറങ്ങിയിട്ടില്ല എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തെ പിടിച്ചിങ്ങനെ ഇതുപോലെ ഇരുത്തി ഞാൻ പറഞ്ഞു, ബ്രദറെ, എനിക്ക് പോകേണ്ടതുണ്ട്, നിങ്ങളുടെ പാസ്റ്ററോട് ഞാൻ സംസാരിച്ചിട്ട് പോവാം, പാസ്റ്റർക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഇത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട്. ഇത് നമ്മൾ എത്ര ആഗ്രഹിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ദൈവം നൽകണം.
ദൈവത്തിൻ്റെ ദാനമായത്. അപ്പം ദാതാവായിരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതോടൊപ്പം ക്രമീകരിക്കപ്പെടേണ്ട വിഷയങ്ങളെ ക്രമീകരിക്കപ്പെടണമേ എന്നിങ്ങനെ യാദൃച്ഛിക ഞാനൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതേ തൂങ്ങി, എന്താ ഞാൻ ക്രമീകരിക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും മുറിവായിട്ട് ആ വൂണ്ടെന്നുള്ള പദം അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് കയറി പിടിച്ചു. ഞാൻ ദാതാവായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് അല്പം ഒന്ന് പറഞ്ഞിട്ട് ദാതാവിൻ്റെ സന്നിധിയിൽ ദാനം നൽകുന്ന ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറയാൻ വേണ്ടി വന്ന ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞതാണ്, എവിടെയെങ്കിലും ആരോടെങ്കിലും ക്ഷമിക്കപ്പെടേണ്ടതുണ്ടോ, മുറിവുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിലാണ് അദ്ദേഹം കയറി ക്ലിങ്ങായത്, തൂങ്ങിയത്. അപ്പം ഞാൻ കുറച്ചും കൂടെ ആ ഭാഗത്ത് തന്നെ നിന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും പൊറുക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ പപ്പായുമായിട്ട് മിണ്ടിയിട്ട് ഏകദേശം 10-15 വർഷമായതിനോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ? ഞാൻ എൻ്റെ പപ്പായുമായിട്ട് മിണ്ടിയിട്ട്, അത് പറഞ്ഞ അദ്ദേഹം അങ്ങ് കരയാൻ തുടങ്ങി. എൻ്റെ പപ്പായുമായിട്ട് ഞാൻ മിണ്ടാറില്ല, ഞാൻ മിണ്ടിയിട്ട് 10-15 വർഷമായി. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. എന്തെങ്കിലും എന്നോട് പറയാൻ പറ്റുന്ന വിഷയമാണോ? ഞാൻ ഈ രാജ്യത്ത് നിൽക്കുന്ന ആളല്ല, ഞാനങ്ങ് മടങ്ങിപ്പോവും, എനിക്ക് നിങ്ങൾ മറ്റാരോടും പറയേണ്ട കാര്യമില്ല, എന്നോട് പറഞ്ഞ് അതിൻ്റെ മേൽ പ്രാർത്ഥിക്കാം. അപ്പം അദ്ദേഹം 1-2 ഭയങ്കര മുറിവായ വിഷയങ്ങൾ പറയാനിടയായി തീർന്നു. മനുഷ്യനെന്നുള്ള നിലയിൽ എനിക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഒരു പാസ്റ്റർ, ഇടയൻ, പരിപാലകൻ എന്നുള്ള നിലയിൽ ഞാൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പൊറുക്കാൻ പറ്റാത്ത മുറിവുകളൊന്നും അല്ല ഇതൊന്നും, മറക്കാൻ പറ്റാത്തതുമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരുന്ന് ദൈവത്തോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ അപ്പനോട് ഞാൻ ക്ഷമിക്കുന്നു എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം മുട്ടയിലിരുന്ന് പറഞ്ഞില്ല. ദൈവമക്കളെ, ഞാൻ ഇന്നും ആ സംഭവം ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അദ്ദേഹം അഭിഷേകത്തിൽ അന്യഭാഷയിൽ അവിടെ നിന്ന് ദൈവത്തെ ആ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് കാണുവാനിടയായി. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ചില തടസ്സങ്ങളെ നമ്മളങ്ങോട്ടൊന്ന് ബ്രേക്ക് ചെയ്തു ഒന്ന് വിട്ടാൽ പ്രവർത്തിക്കേണ്ടവൻ ഇങ്ങനെ ഇരിക്കുക. 120 പേരുടെ മേൽ ഇറങ്ങത്തക്ക നിലയിലുള്ള ഒരു അഭിഷേകമാണ് പെന്തക്കോസ്ത് നാളിൽ വന്നത്. 120 പേരുടെ മേൽ നിറയ്ക്കുവാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. ആ ഒരുക്കത്തിൻ്റെ രീതികളിൽ ചില മാറ്റങ്ങൾ വരേണ്ടതിനാണ് 120ലേക്ക് അത് ശോഷിപ്പിച്ച് ഒരേ ഐക്യമനപ്പെട്ട മനസ്സോടുകൂടി ആയപ്പോൾ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നു പോയി എന്നല്ല, വന്ന് അധിവസിപ്പാനായിട്ടിടയായി തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ബ്ലോക്ക് ചെയ്യുന്ന മണ്ഡലങ്ങൾ, ഏരിയകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ആഹാരം കഴിച്ചു വയറ്റിലെത്തേണ്ടതുപോലെ തന്നെ ആത്മാവിനെ ബ്ലോക്ക് ചെയ്യുന്ന പവർ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ബ്ലോക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അത് 1-2 എണ്ണം പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തിൽ ഒന്ന് പ്രാർത്ഥിപ്പാൻ കൂടിയാണ് ആഗ്രഹിക്കുന്നത്. ആക്ട് 9:22 ആണിട്ടിരിക്കുന്നത് അല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് ശൗലോ, അങ്ങനെയല്ലേ, മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. 21 കൂടി എന്നിട്ട് മക്കളെ. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ നിൽക്കണമേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസിൻ്റെ പ്രസംഗമാണ്. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഏരിയയിൽ വരുമ്പോൾ സ്തേഫാനോസിൻ്റെ വസ്ത്രം, അല്ലെങ്കിൽ സ്തേഫാനോസിനെ ഉപദ്രവിച്ചവരുടെ അല്ലെങ്കിൽ ഉപദ്രവമേറ്റവരുടെ വസ്ത്രം ബാല്യക്കാരനായിരുന്ന ശൗൽ സൂക്ഷിച്ചും കൊണ്ടിരുന്നു. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ തുടക്കം ഇങ്ങനെയായിരുന്നു: അവനെ കൊല്ലുന്നതിന് ശൗലിന് സമ്മതമായിരുന്നു. 1-ാമത്തേതിൽ എഴുതിയിരിക്കുന്നു ഇവൻ്റെ വസ്ത്രം അവൻ കാത്തു സൂക്ഷിച്ചു. 2-ാമത്തേതിൽ എഴുതിയിരിക്കുന്നു ശൗലിന് ഇവനെ കൊല്ലുന്നതിൽ സമ്മതമായിരുന്നു.
അപ്പോൾ ഇതിൻ്റെ നേതൃത്വ നിരയിൽ നിന്ന് ദൈവഭാഗത്തേക്ക് വരുന്നവരെ ഉപദ്രവിക്കുന്നത് കണ്ണിൽ കണ്ട് രസിച്ചും കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പോൾ. ഒന്നും കൂടെ പറയാം. ദൈവമക്കളെ ഉപദ്രവിക്കുന്നത് കാണാം പുള്ളിക്ക്. ഇങ്ങനെ കണ്ട് രസിക്കുക. കേട്ടാ പോരാ പുള്ളിക്ക്. ഒരിക്കൽ കൂടി പറയാം. കണ്ട് രസിക്കത്തക്ക നിലയിൽ പുള്ളി കാണത്തക്ക നിലയിൽ പോയി നിൽക്കും. ഒരു ദൈവമകനെ ഒരു ദൈവമകളെ ഉപദ്രവിക്കുന്നത് പുള്ളിക്ക് കേട്ടാ പോരാ, പുള്ളിക്ക് അത് കണ്ണി കാണണം. അല്ലെങ്കിൽ അധികാരപത്രവുമായിട്ട് പ്രമാണിയായിരിക്കുന്ന വ്യക്തിക്ക് തന്നെ ദമാസ്കസ് വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. പുള്ളിയുടെ കൂടെ നിൽക്കുന്നവരെ വിട്ടാലും മതി. അപ്പൊ പുള്ളിക്ക് പോയി ഇത് കാണണം. ദൈവ മക്കളെ, യേശുവിനെ അനുഗമിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും അവരനുഭവിക്കുന്ന പീഡയും കണ്ട് സന്തോഷിക്കുന്ന ഒരു കണ്ണുള്ളവനായിരുന്നു ശൗൽ. നമുക്കറിയാം, പിന്നത്തേതിൽ ശൗൽ ദമാസ്കസിലേക്ക് ചെല്ലുന്നു. ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് വീഴുന്നു. അനന്യാസ് ചെന്ന് പറയുന്ന ഒരു പദമുണ്ട്, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് കാഴ്ച പ്രാപിപ്പായെന്ന്. നമ്മൾ സാധാരണയായി ഞാനും പറയുന്നത് നീ പരിശുദ്ധാത്മ പൂർണ്ണനാകുവീൻ എന്നാണ് ഞാനും പറയാറുള്ളത് എന്ന് പറഞ്ഞു അവൻ്റെ കണ്ണിന്മേൽ കരം വെച്ചിട്ട്. പക്ഷേങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെയാണ്, ആത്മപൂർണനാകുവാൻ വേണ്ടി നീ കാഴ്ച പ്രാപിപ്പീൻ. ഈ കണ്ണ് എങ്ങനെയാ പൊട്ടി പോയത്, അല്ലെങ്കിൽ അടഞ്ഞു പോയത്? പല ദൈവമക്കളുടെ മേലും വ്യാപരിക്കുന്ന ദൈവകൃപ കണ്ട് സന്തോഷിക്കേണ്ടതിന് പകരം വ്യാപരിച്ചു നിൽക്കുന്ന ദൈവകൃപ, സ്തേഫാനോസിനെ പോലെയുള്ള ശക്തന്മാരെ ഉപദ്രവിക്കുന്നത് കണ്ട് രസിച്ച കണ്ണിനെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ആ സൂര്യ വെളിച്ചം പോലെയുള്ള വെളിച്ചം വീണ് കണ്ണിനെ ആദ്യം ഫ്യൂസാക്കി കളഞ്ഞു. അപ്പം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന് വിരോധമായിട്ട് എവിടെയോ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടന്നിട്ടുണ്ട്. ശൗൽ കണ്ട് രസിച്ചു, കേട്ടാൽ മതിയായിരുന്നവിടത്ത് തന്നെ കാണത്തക്ക നിലയിൽ പോയി കണ്ട് ആനന്ദിച്ച കണ്ണിൽ തന്നെ ദമാസ്കസിൽ പടിവാതിൽക്കൽ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ അപ്പിയറൻസിൽ, അല്ലെങ്കിൽ തന്നോടുള്ള ആ ഒരു എൻകൗണ്ടിങ്ങിൽ കണ്ണടിച്ചു പോയി. പെട്ടെന്ന് നിലത്ത് വീഴുക. അപ്പം എന്താ നിലത്ത് വീണത്? അതുവരെ ഉപദ്രവിക്കുന്നവരെ പിടിക്കുവാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരുന്ന കാല. അപ്പം ഏതെല്ലാം നിലകളിൽ ഉപദ്രവിച്ചോ അതേ നിലകളിൽ തന്നെ വീണു വ്യക്തി. അനന്യാസിനോട് ഇതൊന്നും കർത്താവ് പറഞ്ഞില്ല. അനന്യാസ് ആത്മനിറവിൽ ചെന്ന് പറഞ്ഞ്, നീ എഴുന്നേൽക്കാം, പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ കാഴ്ച പ്രാപിപ്പ. പരിശുദ്ധാത്മ പൂർണ്ണനായെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ വണ്ടിയിരുന്ന ഭാഗം ഇങ്ങനെ വായിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ എന്ന് പറഞ്ഞില്ല അവിടെ. പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ എഴുന്നേറ്റ് നിന്ന് കാഴ്ച പ്രാപിപ്പീൻ. എന്താ? ഇത്രയും നാൾ നീ ഉപദ്രവിച്ചത് കണ്ട് രസിച്ചെങ്കിൽ ഇനി ആത്മാവിൻ്റെ പ്രവൃത്തി നിന്നിൽ കൂടി നടക്കുന്നതോട് കണ്ട് നീ രസിക്കണം. അതിന് നീ കാഴ്ച കാണണം. നീ കണ്ണടച്ചിരുന്ന് കണ്ണ് കാണാൻ മേലാത്തവനായ ആത്മശക്തി ഇറങ്ങുന്നത് കണ്ടാൽ പോരാ. അപ്പോൾ നീ പലതും ഓർത്ത് ദുഃഖിക്കും. ആ ദുഃഖിച്ച ഓരോ സംഭവങ്ങളെക്കുറിച്ച് നീ വിലപിച്ച് ദൈവസന്നിധിയിൽ കരയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, പൗലോസോ മേൽക്കും മേൽക്കും മേൽ അവൻ ശക്തിയെ പ്രാപിച്ചും കൊണ്ടിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ പറയണം, ഏതെങ്കിലും നിലകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അഭിഷേകത്തിനെതിരായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അന്യഭാഷയ്ക്കെതിരായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവപ്രവർത്തികൾക്ക് വിരോധമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, വീരപ്രവർത്തികൾക്കെതിരായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയണം, ഇന്ന് പകൽ വരെ എന്നെ നിർത്തിയത് അങ്ങയുടെ കൃപയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത്, ആ വ്യക്തി പിതാവിനോട് അകന്ന് 12 വർഷം ജീവിച്ചു. പൊറുക്കാൻ പറ്റാത്ത മുറിവാണോ ബ്രദറെ? അല്ല. മറക്കാൻ പറ്റത്തില്ലേ? മറക്കാം എന്ന് പറഞ്ഞതിന് ശേഷം വിതുമ്പിയപ്പോൾ അഭിഷേകത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നത് എൻ്റെ കണ്ണിൽ ഞാൻ കാണുവാനിടയായി.
ഇന്ന് പകലിലും പറയണം, ഏതെങ്കിലും നിലകളിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പറയണം, അതിൻ്റെ മേൽ ജയിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. എവിടെയാണ് കീറി മുറിക്കപ്പെടേണ്ടത്, എവിടെയാണ് വിടേണ്ടത്, എവിടെയാണ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വിരോധമായിട്ട് സംസാരിച്ചിട്ടുള്ളത്, അതിനെ തന്നെ ഞാൻ കണ്ടറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയിക്കും. അമേരിക്കയിൽ എനിക്ക് ഞാൻ പറയാം, അമേരിക്കയിൽ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, വലിയ ജേർണലിസ്റ്റാണ്, ഭയങ്കര ഫേമസ് അദ്ദേഹം. നിങ്ങൾ ഇന്ന് പോയാൽ മതി, ജോൺ ഷെറിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ജോൺ ഷെറിൽ. അപ്പം ജോൺ ഷെറിൽ ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡുകാരനാണ്, പത്രപ്രവർത്തനം, മീഡിയ. താൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു സർവേ നടത്തി, സർവേ അല്ല, ഒരു റിസർച്ച്, പലരെയും വിളിച്ചുകൂട്ടി, അഭിഷേകത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നവരോടെല്ലാം താൻ സംസാരിച്ചു. വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഏതാണ്ട് ജേർണലിസ്റ്റായിരുന്നു അദ്ദേഹം, അപ്പോൾ ഫേമസ് ആളാണ്. എന്തിനാണെന്നറിയാവോ, താൻ ഒരു പ്രസിദ്ധി ഒരു 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 പബ്ലിസിറ്റി കൊടുത്തു, ഞാനൊരു ബുക്ക് എഴുതാൻ പോണു, ആ ബുക്ക് ദൈവ നാമത്തിന് വിരോധമായിട്ട് ജൽപ്പനങ്ങളാലും മറ്റ് ഇങ്ങനെ എന്താ പറയുന്നത്, അത് അദ്ദേഹം 2-3 പദങ്ങൾ പറഞ്ഞു. എന്താ പറയുന്നത്, ഈ വ്യത്യസ്ത സ്വരങ്ങളുണ്ടാക്കുക, ജീവികളെ പോലെ സംസാരിക്കുക, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരുടെ ഭാഷയെ പൊളിച്ചടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ തുനിഞ്ഞിറങ്ങി, നിരീശ്വരവാദിയാണ്, ഞാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആയിരങ്ങളോട് സംസാരിച്ച് അവരിൽ റിയാലിറ്റിയിൽ നടക്കുന്നത് എന്താണെന്നറിഞ്ഞ് ഈ ഒരു മാസ്മരിക എന്നൊക്കെയാണ് അദ്ദേഹം, ഞാൻ ഇംഗ്ലീഷ് മലയാളം എങ്ങനെയാണ്, അങ്ങനെ നടക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഈ ജനത്തെ യുക്തിയിലേക്ക് കൊണ്ടുവന്ന് സത്യത്തിൽ ദൈവത്തെ ആരാധിച്ചു. ഇങ്ങനെയുള്ള ജൽപ്പനങ്ങളും ഞെരുക്കങ്ങളും മൂളിച്ചകളും മുരളലുകളും മനുഷ്യർക്കും മൃഗങ്ങൾക്കും മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് അബദ്ധവും അസംബന്ധവുമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഇദ്ദേഹം ജോൺ ഷെറിൽ തയ്യാറാകുവാൻ വലിയ 1960 നടന്ന സംഭവമാണ്. ഇങ്ങനെ അദ്ദേഹം പലരും ഇൻ്റർവ്യൂ ചെയ്യാനിടയായി തീർന്നു. അപ്പോൾ സംസാരിക്കുന്നത് പലരിലും ഒരേ രീതിയിൽ ഇദ്ദേഹത്തിന് കാണുവാനിടയായി തീർന്നു. ജോൺ ഷെറിലിന് കാണുവാനിടയായി. ഒരാളോട് സംസാരിക്കുന്നു, പാസ്റ്ററോട് ഞാൻ സംസാരിക്കുന്നു, പാസ്റ്റർ ഇതെങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ്, വിമർശനാത്മാവില്ല ഞാൻ ചോദിക്കുന്നത്. അപ്പം അദ്ദേഹം പറയും, ഇങ്ങനെ കാറ്റടിച്ച്, ഓ കാറ്റാ നിങ്ങൾക്കല്ലേ. മറ്റേ ആൾ ചോദിക്കുമ്പോൾ പറയും, തീ എടുത്തി, കാറ്റ് തീ, അടുത്തത് വെള്ളത്തിന്. ഇങ്ങനെ ഇദ്ദേഹം ഭയങ്കര വിമർശനത്തിൽ ഒരു 10-15 പേരുടെ സ്റ്റോറി കേട്ടു, വ്യത്യസ്തമായിരുന്നു. പിന്നെ അദ്ദേഹം ആയിരങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ 15 പേര് ആദ്യം സംസാരിച്ചവർക്ക് കേട്ട അതേ എക്സ്പീരിയൻസുകൾ തന്നെയാണ് മിക്കവരിലും. ഉച്ചരിച്ച് അവർക്കറിയത്തില്ല ഇതിൻ്റെ അർത്ഥം, അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അപ്പം കൗൺസിൽ പലരോടും ഇദ്ദേഹത്തിൻ്റെ രീതികളിൽ മാറ്റം വന്നു. ഇദ്ദേഹം തന്നെ പറഞ്ഞു, ഇല്ല ഷെറിൽ, ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഈ പെൻഡക്കോസ്റ്റ് അനുഭവത്തിൽ അന്യഭാഷയിൽ ആരാധിക്കുന്നവർക്ക് എഴുതിയ ബുക്ക് എഴുതുവാൻ വേണ്ടി ഞാൻ പത്രത്തിൽ പരസ്യമിട്ടിരിക്കുന്ന ആളാണ്, അത് തീർത്തേ പറ്റുകയുള്ളൂ. പക്ഷെങ്കിൽ നിങ്ങൾക്കറിയാമോ, വേൾഡിൽ ജോൺ ബെനിയൻ്റെ പരദേശി മോക്ഷയാത്ര, അതിനുശേഷം ഞാൻ കേട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സെല്ലായ ബുക്കാണ് ദേ സ്പീക്ക് വിത്ത് അതർ ടങ്സ്, ജോൺ ഷെറിൽ എഴുതിയ ബുക്കാണ്. പരിശുദ്ധാത്മാവിന് വിരോധമായിട്ട് എഴുതുവാൻ വേണ്ടിയിട്ട് കച്ചകെട്ട് ഇറങ്ങിയ ആൾ പിന്നെ ആത്മാവിൻ്റെ ഭാഷകളെ കുറിച്ച് ഈടുറ്റൊരു പുസ്തകം അങ്ങോട്ട് ഇറക്കി. എന്നിട്ട് പറഞ്ഞു, മടയന്മാരെ അതിനെ വിമർശിക്കരുത്, എന്നോളം പഠിപ്പോ എന്നോളം വിദ്യാഭ്യാസമോ എന്നോളം ഇതിനെ റിസർച്ച് നടത്തിയവരല്ലല്ലോ നിങ്ങൾ അഭിഷേകത്തിന് വിരോധമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ശൗലിന്റെ അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ, അഭിഷേകത്തിന് വിരോധമായി ആത്മപ്രവർത്തിക്ക് വിരോധമായി ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർ കാണിച്ചാൽ ഇഷ്ടമായിരിക്കും, ഇഷ്ടമില്ലാത്ത ഒരു ശുശ്രൂഷകൻ ഒരുത്തനെ ഉയർപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വിശ്വസിക്കത്തില്ല. നമ്മൾ പറയും അവന്റെ പ്ലാൻ ആയിരുന്നു എന്ന് പറയും. വേണേ സ്തോത്രം. They speak with other tongues. ഇറങ്ങിയ പുള്ളി എഴുതിയ ബുക്കാണ് ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള ഏറ്റവും ഈടുറ്റ ബുക്കായി തീർന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണമേ, നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ബ്ലോക്ക് ചെയ്യുന്ന ഏരിയകളുണ്ട്. ഞാനിതിനോട് ബന്ധപ്പെട്ട് ഒരു കാര്യം അങ്ങ് പറഞ്ഞു പോകാം.
റിവൈവലുകൾ എവിടെ നടന്നാലും അതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടരുണ്ട്. സ്തോത്രം. നമുക്ക് ഇഷ്ടമുള്ള ആളാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നതെങ്കിലുണ്ടല്ലോ, നമ്മൾ ചെന്ന് അതിൻ്റെ മുന്നേ വേണമെങ്കിൽ ഇവിടുന്ന് പൗണ്ട് വായിച്ചു കൊടുക്കും. എന്നാൽ 10 പേരിൽ ഒരാൾ നമ്മൾ ഇഷ്ടമില്ലാത്തവനാണെങ്കിൽ പറയും അത് മുഴുവൻ വിപരീത ഉപദേശക്കാരാന്ന് പറയും. ആ ഒരു ഉണർവിനെ നമ്മൾ ഇംഗ്ലണ്ടിൽ ഇരുന്ന് 10 പേരോടെങ്കിലും പറഞ്ഞ് ഉണർവിനെ കെടുത്താൻ നോക്കും. സ്തോത്രം, സ്തോത്രം. ഈ ഉണർവുകളെല്ലാം കെട്ടുപോണതിൻ്റെ പിന്നിൽ എന്നാണെന്നറിയോ? അനേക വാൽമീകിമാരാണ്. ഉണർവ് എന്താണെന്നും അറിയത്തില്ല, അഭിഷേകം എന്നാണെന്ന് അറിയത്തില്ല, അന്യഭാഷ എന്നാണെന്ന്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കന്മാർ മുഴുവൻ ബ്രദറും ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. തൻ്റെ തലമുറകളിലേക്ക് വന്നപ്പോൾ തങ്ങൾ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധി അവരും വേർപെട്ടവരാ. പക്ഷെ അഭിഷേകത്തിൻ്റെ ഭാഷയോടുള്ള നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ് അഭിഷേകം നൽകുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അപ്പം ഈ അനുഭവം പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ ഈ അനുഭവം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന 1-2 സംഭവങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേതാണ് സംശയം. സംശയം. ഇത് നേരാണോ നുണയാണോ? എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പറയാം. ഒരു 20 വർഷം മുന്നേ നടന്നതാണ്, ഇംഗ്ലണ്ടിൽ തന്നെ നടന്നതാണ്. ഞങ്ങളുടെ ചെറിയൊരു പ്രയർ ഗ്രൂപ്പാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. നാട്ടിൽ നിന്ന് ഞാൻ അറിയുന്ന എൻ്റെ മമ്മിയുടെ കൂടെ പഠിച്ച ഒരു പാസ്റ്റർ വന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ എന്നെ മമ്മിയുടെ മോനാണെന്നൊക്കെ അറിഞ്ഞ് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൻ്റെ പാസ്റ്ററാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആരാധിക്കും. അപ്പോൾ കീബോർഡൊന്നുമില്ല, ഞങ്ങളിങ്ങനെ ഈ എന്താ പറയുക, ചെറിയ ഡ്രമ്മും മറ്റേതൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ച് പാടുക. കീബോർഡ് വായിക്കുന്ന ആളില്ല, ചെറിയ മൈക്ക് സെറ്റൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര ഒരു 10-40 പേര് കൂടും, ചെറിയൊരു മുറിയാണ്. ഭയങ്കര ആത്മാവിൽ ആരാധിക്കും. അപ്പം മിക്ക ആഴ്ചയിലും പാടുന്ന ഒരു പാട്ടുണ്ട്, മമ്രയുടെ തോപ്പിൽ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. പുസ്തകം വേണ്ടല്ലോ, ഡിസ്പ്ലേ ഇല്ല, അന്ന് ഈ OHP എന്നാ ഓവർ ഹെഡ് പ്രൊജക്ടറിൽ ഇട്ടുള്ളതാണ്. അപ്പം അപ്പം ഇതിങ്ങ് പാടും എല്ലാ ആഴ്ചയിലും ഭയങ്കര. അപ്പോൾ ഈ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഹോളിനനുസരിച്ച് പ്രസംഗിക്കാൻ കയറി പറഞ്ഞു പാടുക. പിന്നെ നിങ്ങളെല്ലാവരും ആത്മാവിൽ ആരാധിക്കുന്നത് ആത്മാവിലാണെന്ന് എനിക്കൊരു സംശയം. കാര്യം എന്ന് വെച്ചാൽ ബന്ധുക്കോസർ മാത്രമല്ല കൂടിയിരിക്കുന്നത്, അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നത്തേതിൽ അദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാണ്, എൻ്റെ ചെറുപ്പത്തിൽ 12-ാമത്തെ വയസ്സിൽ ഞാൻ അഭിഷേകം പ്രാപിച്ച് എങ്ങനെയാണെന്നറിയോ? ഞാൻ പുറകെ ഇരുന്നപ്പോൾ തെറിച്ച് മുന്നേ വന്നെന്ന്. അദ്ദേഹത്തിനാകാം, നമുക്കാകാൻ മേല. ഞാനാ കൊണ്ടുവരുന്നത്. ഞാൻ തിരിച്ചു കൊണ്ട് വിട്ടപ്പോൾ പക്ഷേ ഞങ്ങൾക്കായ എന്നെ കുഴപ്പമെന്ന് ചോദിച്ചു. ആയിക്കോളാൻ എന്നോട് പറയുക. സ്തോത്രം. ഓരോരുത്തരും അഭിഷേകം പ്രാപിച്ച നിലയിൽ വേറൊരാളൊന്ന് ആക്ട് ചെയ്തേ, വേറൊരാൾ ആക്റ്റല്ല, വേറൊരാളുടെ മേലൊരു എക്സ്പീരിയൻസ് വന്നേ, അതുപോലും നമ്മൾ അംഗീകരിക്കത്തില്ല. സംശയത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്നും മാറാത്തിടത്തോളം കാലം. ഒന്നാമത്തെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് നമ്മളിൽ വിരോധമായിട്ട് നിൽക്കുന്നത് നമ്മളിലെ സംശയങ്ങളാണ്. ഇത് മാറാതെ ഇതിൽ ഒരിക്കലും ഒരു മാറ്റം പറ്റത്തില്ല. രണ്ടാമത്തേത് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ ഞാൻ റെഫറൻസ് പറയുന്നുള്ളൂ, ഇടണ്ട. 19-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 5-11 വാക്യങ്ങളിലൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് നാട്ടിലെ മേലുകാവ് കോളേജ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? മേലുകാവ് എന്നുള്ള സ്ഥലം പാലയ്ക്കടുത്ത് കേട്ടിട്ടുണ്ടോ? മേലുകാവ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അവിടെ ഉണ്ട്. കത്തോലിക്കരുടെ ഒരു വലിയ ഒരു കോളേജുണ്ട്, മേലുകാവ് കോളേജ്, ഒരു ഫേമസാണ്. അവിടെ ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ എവിടെയോ ഫുൾ നെയിം എഴുതിയിട്ടില്ല. ആ പ്രീസ്റ്റിൻ്റെ പേര് ജോർജ് എന്നാണ് എൻ്റെ വിശ്വാസം. ജോർജ്. സെക്കൻഡ് നെയിം പറയുമ്പോൾ അദ്ദേഹത്തെ പിടികിട്ടും. വെള്ളാംതടം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ജോൺ വെള്ളാംതടം, അങ്ങനെയാണ്. 1980-കളിൽ എൻ്റെ പപ്പ മണർകാടെന്ന് പറയുന്ന സ്ഥലത്ത് ഈ ക്രൂസൈഡുകൾ അറേഞ്ച് ചെയ്തു. 80s അപ്പം ജോർജ് തോമസ് വെള്ളാന്തരം, അങ്ങനെയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ കരിസ്മാറ്റിക് മൂവ്, എക്യുമെനിക്കൽ മൂവ് ആയിരുന്നു കൊണ്ട് ഇദ്ദേഹത്തെ വിളിച്ചു. ബാക്കി ലാസർ ബി മാത്യു, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി, അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള പല വിഭാഗത്തിലുള്ളവരായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഒരു സെഷൻ കൊടുത്തു. കാര്യം അങ്ങനെയുള്ളവരെയും കൂടെ കൂട്ടി നിർത്താൻ വേണ്ടി. പിറ്റേ വർഷം ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് വളരെ, ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നുകൊണ്ട് വളരെ അടുക്കും ചിട്ടയോടുകൂടിയൊക്കെ ആയിരുന്നു. എൻ്റെ അപ്പനോടൊന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വീണ്ടും വിളിക്കണം. 3 വർഷം വന്നു,
നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഫാദർ വെള്ളാന്തടം കത്തോലിക്ക സഭ വിട്ടു. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ഇത് ഉയർത്തിക്കൊണ്ട് പറയാം. 3-ാം വർഷം അദ്ദേഹം കത്തോലിക്ക സഭ വിട്ടു. ഫാദറ മേലുകാവ് കോളേജിൽ, ഇന്ന് അദ്ദേഹം നിത്യതയിലായിരിക്കാം, വിട്ടു. അദ്ദേഹം ദൈവസഭയോട് ചേർന്നു. വടവാതൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം വന്ന് താമസിച്ചു. അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹം കുടുംബമായിട്ട് ജീവിക്കുന്നു. എന്താണെന്നറിയാവോ? ഇതിൻ്റെ അടുത്ത് വന്നാൽ മതി. ആത്മനിറവുള്ളവനോട് ചേർന്ന് നിന്നാലുണ്ടല്ലോ ഇത് കയറി പിടിക്കും. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ 12 വർഷത്തോളം ബൈബിൾ സെമിനാരി പഠിച്ചു. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് വന്നിട്ടില്ല. അതിന് ഞങ്ങൾ അവിടെ നടത്തിയ മീറ്റിംഗ് ഒരു നിദാനമായി തീർന്നു. വന്ന ദൈവപുരുഷന്മാരിലൂടെ ശക്തമായി അദ്ദേഹം എന്നും വരും. അദ്ദേഹം പ്രസംഗിക്കുന്നില്ലേലും വരും. കേട്ടു. അദ്ദേഹത്തിന് ആത്മനിറവിനെ കുറിച്ചൊരു ആഗ്രഹമായി. 3-ാം വർഷം അദ്ദേഹം കർത്താവിനെ ജലത്തിൽ സ്നാനപ്പെട്ട് സ്വീകരിച്ചു. വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. ആഗ്രഹിച്ച റിലീജിയസ് ട്രഡീഷൻസ് ദൈവമക്കളെ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായി തീരും. നമുക്ക് ആ രീതിയിൽ ആരാധിച്ചാലേ ആരാധനയാകുള്ളൂ. അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത നിലയിൽ ഒന്ന് ആരാധിക്കാൻ പറഞ്ഞാൽ ഇത് ചട്ടവട്ടങ്ങൾക്കപ്പുറമാണല്ലോ. ഇങ്ങനെയുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ടല്ലോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് ബ്ലോക്കേജായി തീരും. അപ്പോൾ ഒന്നാമത്തേത് എന്നതാണ് സംശയത്തോടു കൂടി അവൻ ആരാധിക്കുന്നത് ആരെ കാണിക്കാനാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ. രണ്ടാമത്തേതാണ് നമ്മളിൽ ആ റിലീജിയസ് ട്രഡീഷൻ ഇങ്ങനെ പിൻപറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപവാസവും പ്രാർത്ഥനയും കാത്തിരിപ്പ് യോഗങ്ങളും ഒക്കെ വെക്കുന്നത്. എന്തിനാണെന്നറിയാവോ? അതിനെ എല്ലാം തട്ടി മാറ്റിയിട്ട് നമ്മൾ ഒരു പുത്തൻ അനുഭവത്തിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. മൂന്നാമത്തേത് ഫിയർ ഓഫ് സൂപ്പർ നാച്ചുറൽ പവറിനെ ഫിയറാണ്. അതായത് ഭയമാണ്. ഇതെങ്ങാനും പിടിച്ചാൽ ഞാൻ ചിലപ്പോൾ അങ്ങ് ഒരു വികൃത അല്ലെങ്കിൽ ഇപ്പം സ്യൂട്ടൊക്കെ ഇട്ടാണ് ഞാൻ വരുന്നല്ലേ. ഞാൻ സ്യൂട്ട് ഇട്ടുന്ന് നമ്മുടെ പാസ്റ്റർ സ്യൂട്ട് ഇട്ടാണ് വന്നത്. അപ്പം സ്യൂട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ഇത് ഉടയരുത്, കതറാണെങ്കിൽ അത് ചുളുങ്ങരുത് അല്ലേ റോയിച്ച, അങ്ങനെയൊക്കെയുണ്ട്. നൈലോൺ ആണെങ്കിൽ അതാണ്ട് അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മളെ ഭരിക്കുക. ഇതെല്ലാം കൂടെ ചുളുങ്ങിയാൽ പിന്നെ എങ്ങനെയാണ്? ഇങ്ങനെ പരിശുദ്ധാത്മാവ് വന്നാൽ ചിലപ്പോൾ ഞാൻ ഉരുളും. അതുകൊണ്ട് ഇന്ന് കൊച്ചു മുണ്ട കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്ക്. കൊച്ചു ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമോ? പേടിയാ. എടാ മോനെ നീ എന്നെ മുണ്ടേ കയറി ചവിട്ടല്ലെന്ന് ആദ്യം പറയുന്നത്, പിന്നെ ടെൻഷൻ അദ്ദേഹത്തിന് അല്ലേ. അപ്പം ഈ ഭയമുണ്ടല്ലോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിൽ ഒഴുകുന്നതിന് തടസ്സമാണ്. ഭയമാണ്. ഞാനെങ്ങാനും അങ്ങ് എക്സ്പ്ലോറായി പോയാൽ, എങ്ങാനും ഞാനൊന്ന് ആത്മനിറവിലായി എന്നെ തന്നെ മറന്നാൽ, ഞാനൊന്ന് നൃത്തം ചെയ്യേണ്ടി വന്നു പോയെങ്കിലോ, എൻ്റെ ആ ഒരു എന്താ പറഞ്ഞ എന്നിലുള്ള എൻ്റെ വ്യക്തിത്വത്തെ എല്ലാം ഉടയേണ്ടി വന്നാലോ എന്നൊക്കെയുള്ള ഭയം കാരണമല്ലോ ഇങ്ങനെയൊക്കെ അടിച്ചാൽ മതി. പേടിയാ. സൂപ്പർ നാച്ചുറൽ പവറിനെ പേടിയാ. ഈ പേടി കാരണം ആരില്ലെങ്കിലും ഇതൊന്ന് ഓപ്പറേറ്റ് ആകുവാണെങ്കിൽ അവരെയും പേടിയാ. സ്തോത്രം. എനിക്കറിയാവുന്നൊരു സഹോദരിയുണ്ട് ഞങ്ങളുടെ ചർച്ചിലൊരു, ഈ ചർച്ചിലല്ല ഞാൻ മുന്നേ ഇരുന്നത്, പ്രവാചകനെ ഞാൻ അത് ഇച്ചിരി ഫേമസാണ്. ഞാൻ പറഞ്ഞു ഇന്ന ആൾ വരുന്നുണ്ട്, അന്ന് വാട്സപ്പ് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ എല്ലാവർക്കും മെസ്സേജ് ഇങ്ങനെ കുത്തി വിടുക. എല്ലാ ആഴ്ചയിലും വന്ന ആ സൗകര്യം ഒന്നും വന്നില്ല. എല്ലാ ആഴ്ചയിലും വരുന്നത്, സത്യമായി പറയുന്നത് ഞാൻ നുണയല്ല, എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരുന്ന ആ സൗകര്യം വന്നില്ല. അപ്പോൾ നാച്ചുറലി ഞാൻ ചർച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വേറെ പരിപാടി ഒന്നുമില്ല, ഞങ്ങളുടെ വീട് അടുത്ത് തന്നെയാണ്. ഞാൻ ചെന്നു, എന്താ എന്ന് പ്രവാചകനൊക്കെ ഉള്ളതല്ലേ എന്ന് എന്നോട് പറഞ്ഞ ചോറുണ്ടാവുന്നു. ഞാൻ പറഞ്ഞു ചോറൊക്കെ ഉണ്ടാവും, എന്താ വരാഞ്ഞ്? പ്രവാചകനൊക്കെ ഉള്ളപ്പോഴേ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞാലേ നിങ്ങളുടെ ഞാൻ നാണം കെടുവെന്ന്. പേടിയാ. അപ്പോൾ പ്രവാചകൻ വരുമ്പോൾ നമ്മുടെ മീറ്റിംഗ് ഇവിടെ ആൾ കുറയാറുള്ളതിൻ്റെ കാര്യം എനിക്കറിയാം ഇതാന്ന്. ഇന്ന് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. നമ്മൾ ഈ 2 കൈയും 2 കണ്ണും 2 കാലും ഈ മുഴുവൻ ശരീരത്തോടു കൂടി നിത്യനരകത്തിൽ പോണതിലും നല്ലതല്ലേ 1 കണ്ണും 1 കാലും 1 കൈയും ഉള്ളെങ്കിലും യേശുവിനോട് കൂടിയുള്ള വാസത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരല്ലേ. അപ്പം പ്രവാചകൻ വന്ന് നമ്മളിലെ കുറ്റങ്ങളും കുറവുകളും പരസ്യമായിട്ട് പറയാൻ പറയണം. എന്നോടൊരു പാർട്ടി പറഞ്ഞ പോലെ മുക്കി പിടിച്ചോളാം, ചവിട്ടി പിടിച്ചോളാം എന്നെ വെള്ളത്തിൽ. ചത്തുപോയാലോ ഞാൻ അഴി എണ്ണണം.
സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഭയക്കുന്നതിന് പകരം പരിശുദ്ധാത്മാവിനെ ആത്മനിറവിൽ സന്തോഷിക്കുവാനുള്ളൊരു കൃപ നമുക്കുണ്ടാകണം. സ്തോത്രം. നാലാമത്തേത്, അതാ ഞാൻ ആദ്യം പറഞ്ഞത്, അൺകൺഫസ്ഡ് സിന്ന്. ഇതിങ്ങനെ നമ്മളിൽ കിടക്കുക. ഒന്നാമത്തെ ഒന്നുകൂടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അതിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് കയറാതെ ബ്ലോക്കേജ് ആക്കുന്ന വിഷയങ്ങൾ. ഒന്നാമത്തെ എന്നാ പറഞ്ഞത്? ആരുടെ സംശയം? ബിജു പാഷന് സംശയം എന്നാണോ? എന്നെ സംശയിച്ചാൽ കുഴപ്പമൊന്നുമില്ല, സംശയിച്ചോ നിങ്ങൾ, കുഴപ്പമില്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിന് സംശയമാണ്, ഇത് റിയലാണോ നുണയാണോ? അപ്പോൾ ആ പുള്ളിയെ ഓർത്താൽ മതി. ബുക്ക് എഴുതിയ ആരാ? ജോൺ ഷെറിൽ. നിങ്ങൾ വീട്ടിൽ പോയി അദ്ദേഹത്തെ പഠിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. സംശയിക്കരുത്. നിങ്ങൾ പറയണം, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ സംശയമാണ്. രണ്ടാമത്തെ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? പൗരോഹിത്യ അല്ലെങ്കിൽ റിലീജിയസ് പാരമ്പര്യ പോരുകളാണ്. സ്തോത്രം, സ്തോത്രം. ഫണ്ടമെൻ്റൽ ഡോക്ടറിനെ ഞാൻ തൊടുകയോ അതിനെ ഇത് ചെയ്യുകയൊന്നുമല്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയോ, ഒരു ദിവസം ഞാൻ അറിയിക്കാതെ ഒരു ലോഡ് സപ്പർ ഇവിടെ അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്നോട് എന്ത് തോന്നും? ലോഡ് സപ്പർ ഉള്ളപ്പോഴൊക്കെ മെസ്സേജ് ഇടുന്നതാണല്ലോ, ഇന്ന് തന്നെ ഇട്ടില്ല. ഏത് സമയത്തും ഒരുങ്ങി വരുവീൻ. സ്തോത്രം. ഏത് സമയത്തും ഒരുങ്ങി വരുവീൻ. സ്തോത്രം. എപ്പോഴും കർത്താവിൻ്റെ മേശയിലേക്ക് കരം നീട്ടക്കത്തക്ക നിലയിലായിരിക്കണം എൻ്റെ ലൈഫ് സ്റ്റൈല്, എപ്പോഴും. സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു പോകാം. ദൈവം അനുവദിച്ചാൽ നമ്മുടെ പിക്നിക്ക് വരിക. പിക്നിക്കിനിടയിൽ ഒരു ദിവസം നമ്മൾ വലിയ കാര്യമായിട്ട് നടക്കുമ്പോൾ ഞാൻ ഇവിടെ 2 പേരോട് പറയാം, ഒരു ടേബിൾ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അതിനകത്ത് അറ്റൻഡ് ചെയ്യും? ഞാൻ എത്ര ദിവസം അത് ശുശ്രൂഷിക്കും? നിങ്ങളെ പറഞ്ഞതിന് ഞാൻ ചെയ്യുമോ? ഒരു ആത്മാവിൻ്റെ നടത്തിപ്പുണ്ടായിട്ട് ഞാൻ ചെയ്യുമോ? കർത്താവേ, നീ ഇതൊന്നും കാണുന്നില്ല. ഇവിടെ ജനം ഇന്ന് സ്ട്രെസ്സ്. ഒരു പിക്നിക് അറേഞ്ച് ചെയ്തപ്പം നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ട്രഡീഷൻസിനെ പലതിനെയും നമ്മൾ കണ്ടിട്ട് പറയണം, ആത്മാവിന് വിരോധമാണോ? ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. സ്തോത്രം. മൂന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞ ഫിയർ, സൂപ്പർ നാച്ചുറൽ പവറിനെ പേടിയ. നാലാമത്തേത് പറഞ്ഞു പോകാം, അൺകൺഫസ്ഡ് സിന്ന്. ഇതിങ്ങനെ മുറുകെ പറ്റുന്ന പാപമാണ്. അവളെയും കൊല്ലും, ഞാനും കൊല്ലും, ഞാനും ചാവും. നമ്മൾ ചിന്തിക്കുന്നത്, ഞാനും ചത്താലും എന്നാലും ചാകും, ഏതായാലും അവനോട്ടോടണം കൊടുത്തിട്ടങ്ങ് ചാത്തേക്കാം. ഭയങ്കര പകയാന്നേ. അയ്യോ, ഇങ്ങനെ മനസ്സ് മുഴുവൻ പകയാ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ ഞങ്ങൾ ഫോണിലായിരുന്നു. അപ്പം ഞാൻ 1-2 കാര്യങ്ങളിങ്ങനെ ഈ ഇദ്ദേഹത്തോട്, നമ്മുടെ ബിഷപ്പിനോട് പറഞ്ഞു. ആരാ ബിഷപ്പ്? ഞാൻ അവിടെ ഇങ്ങനെ ഫോണിൽ വീഡിയോ കോളായിരുന്നു. ഞാനും എൻ്റെ വൈഫും ഉണ്ട്. അവരുടെ വൈഫുമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. അത് പറഞ്ഞ് പ്രശ്നമാക്കണ്ട. അദ്ദേഹം അവിടെ ഇരിക്കുന്നു, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഒരു സ്ഥലപ്പേര് ഞാനിങ്ങനെ അപ്പം എന്നോട് ഇദ്ദേഹം സുജയോട് ചോദിക്കുക, എന്താ ആൻറ്റി ഇപ്പം ആ സ്ഥലത്തിനോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ, നമ്മളെ ഉപദ്രവിച്ചവരോട് നമുക്ക് ഒരു ഹായ് പറയാൻ പറ്റുമോ? ഞാനിങ്ങനെ ലിസ്റ്റ് എഴുതിയൊക്കെ വെച്ച് നോക്കും. ഈ വ്യക്തിയോട്, സോണി സി ജോർജിനോട്, ബ്രൈറ്റിനോട്, ബ്ലസ്സനോട്, അപ്പോൾ ഇവരെന്നെ ഉപദ്രവിച്ചവരായിരിക്കട്ടെ, ഭയങ്കര എന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു അപമര്യാദയായിട്ട് എന്നോട് ഇടപെട്ടവരാകട്ടെ, അവരോട് ഉള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള ആറ്റിറ്റ്യൂഡല്ല, മനസ്സും കൊണ്ട് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്നാണ്. നമ്മളെ ഉപദ്രവിച്ച് ഇവിടെ നിന്ന് പോയൊരു ഗ്രൂപ്പുണ്ട്. അവരോടായിട്ടങ്ങ് പറയാം, അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താ? അത് പാസ്റ്റർക്ക് അത് വിഷമാകത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അവരോട് വിഷമമുണ്ട്. പക്ഷേ പാസ്റ്റർ അനുവദിക്കാത്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് അവിടെയൊക്കെ ഒന്ന് പോയാൽ കൊള്ളുന്നുണ്ട്. ഇത് പാസ്റ്റർ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെയും പോയി ഇവിടെയും പോയി വരാം, അല്ലേ? നമ്മുടെ മനോഭാവം അതല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പോയി. അദ്ദേഹം ഒരു ശുശ്രൂഷകനാണ്. ഇങ്ങനത്തെ ശുശ്രൂഷയല്ല, വേറൊരു ശുശ്രൂഷയാണ്. അപ്പോൾ ആ ശുശ്രൂഷയിൽ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു,
എല്ലായിടത്തും കൊണ്ട് പാസ്റ്റർ എന്നിങ്ങനെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനത് കഴിഞ്ഞ് ഞാൻ മാഞ്ചസ്റ്ററിലോട്ട് വരുമായിരുന്നു. ഞാൻ ചിന്തിച്ചു, ലോകത്തിൽ ഒരു സഭയിലും ചെറിയൊരു വിഷയമില്ലാത്ത സഭയില്ല. ഒരു കുടുംബത്തിലും ചെറിയ തട്ടുമുട്ടലും ഒക്കെ ഉണ്ടാകും ഇടയ്ക്ക്. നമ്മുടെ ഭാഷ പറഞ്ഞ പാത്രമാണെങ്കിൽ എങ്ങനെ രമ്യ മുട്ടും പൊട്ടും, അത്രയൊക്കെ ഉള്ളൂ, പൊട്ടിക്കല്ല്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, സഭ പലരാൽ കൂടുന്നതാണ്. അവർ മുഴുവൻ ദൈവത്തിൻ്റെ മക്കളാണ്. അവർ മുഴുവൻ ദൈവത്തിൻ്റെ മക്കളാണ്. ഇസ്രായേൽ മക്കളുടെയാണോ കരച്ചിൽ കേട്ടത്? മോശയുടെയാണോ കരച്ചിൽ കേട്ട ദൈവം? കരച്ചിൽ കേട്ടത് ഇസ്രായേൽ മക്കളെയാണ്. കേട്ടു കേട്ടു കണ്ടു കണ്ടു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു അവരെ വിടിവിപ്പാൻ. ദൈവത്തിന് എന്നാ ഒരു ദൂതനെ അയച്ചങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ? അല്ലെങ്കിൽ ദൈവത്തിന് എന്നാ എന്തെല്ലാം വഴികളുണ്ട്? ഇപ്പം മോശ അയച്ചത് എന്താ? ജനം പല വിധം, പല സ്വഭാവക്കാർ, അവരെ ഒന്ന്. അപ്പോൾ ഒരു പാസ്റ്ററുടെ റെസ്പോൺസിബിലിറ്റി. ഇപ്പം എന്നോട് നമ്മുടെ സഭകളിൽ തന്നെ ദൈവാസം വരും, പാസ്റ്റർ ഭയങ്കര ഞാൻ പറയും, ഇത് പാർട്ട് ഓഫ് അവർ സർവീസ്. നമ്മൾ ജോലി സ്ഥലത്ത് പറയല്ലേ, ഇത് പാർട്ട് ഓഫ് അവർ ജോബ്. ഇതൊക്കെ നമ്മുടെ ജോലിയിലുള്ള ഭാഗമായി കാണും. അപ്പം സഭയ്ക്കകത്ത് ഒരു വ്യക്തി നമ്മളോട് നീരസം ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം കാണുന്നത് പാർട്ട് ഓഫ് മൈ സർവീസ്. ഇതെൻ്റെ ജോലിയുടെ അല്ലെങ്കിൽ എൻ്റെ സേവനത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാം തികഞ്ഞ ഒരു സഭയുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കണം, അത് എടുക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു അല്ലേ? തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് അത് ഇഷ്ടമില്ല കേൾക്കുന്നല്ലേ, അത് ഇഷ്ടമില്ല. ആരാ ഹല്ലേലൂയ പറഞ്ഞേ? അല്ല, ഞാൻ അതൊക്കെ കേട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുക. അപ്പം നല്ലവരുടെ മരണം യഹോവയ്ക്ക് ഇഷ്ട. സ്തോത്രം. നമ്മൾ ഇന്ന് നിങ്ങൾ എഴുതി വെക്കണം, പപ്പായോടോ മമ്മിയോടോ പിണക്കമുള്ളവർ എഴുതിയിട്ട് പറയണം, കർത്താവേ അതൊരു അൺകൺഫസ്ഡ് സിന്നായിട്ട് നിൽക്കുകയാണല്ലോ, അതിനെ മാറ്റണം. ഞാനും അദ്ദേഹവും അറിയുന്ന ഒരു പാസ്റ്ററുണ്ട്. ഞങ്ങൾ അത്രയും പറഞ്ഞു വിടാം. ഉഗാണ്ടയിലാണ് ചർച്ച്. ആ പാസ്റ്ററിൻ്റെ വൈഫും അവരുടെ വീട്ടുകാരുമായിട്ട് ബന്ധമില്ല. ഇല്ലേ വിനോദ? അറിയില്ലേ? വിനോദയ്ക്ക് പിടി കിട്ടിയില്ല. വിനോദ ഇങ്ങനെ ചിന്തിക്കുക, ഓൾദാ അച്ഛാന് പിടി കിട്ടിയില്ലേ? ഉണ്ടോ? ഞങ്ങളത് പോയി സംസാരിച്ചിട്ടൊക്കെ ഉള്ള അൺകൺഫസ്ഡ് സിന്ന് നമ്മളെ ഇങ്ങനെ കൊത്തിവലിച്ചും കൊണ്ടിരിക്കും. ആ വ്യക്തിയോട് നിരപ്പ് പ്രാപിക്കാത്തിടത്തോളം കാലം, ചിലപ്പോൾ നീ അഭിഷേകം പ്രാപിച്ചതായിരിക്കാം, പക്ഷെ അതിൻ്റെ അടുത്ത തലത്തിലോ അതിൻ്റെ ഒരു പ്രവൃത്തിയോ വെളിപ്പെട്ട് വരത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ബ്ലോക്ക് ചെയ്യുന്ന തടസ്സങ്ങൾ ഏതൊക്കെയാ? നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, ആ ശക്തിയെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആത്മമുദ്രയേറ്റവരാ, അത് ഞാനും നിങ്ങളും എല്ലാവരും വീണ്ടെടുപ്പിൻ നാളിനായിട്ട് ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാ, അഭിഷേകം പ്രാപിച്ചവരാ. പക്ഷെ എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നില്ല, കരയടിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഹൃദയ തകർച്ചയോടെ ഒന്ന് കരയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഈ വർഷം ഇന്നത്ര മെയ് 12 ഇല്ലേ? മെയ് 12, അപ്പം 4 മാസം 5 മാസം, 3 15 ഇത്ര കൂട്ടാം, 120 ദിവസം കൂട്ടാം. എന്തായാലും 130 ദിവസമായി ഈ വർഷം തുടങ്ങിയിട്ട്. എൻ്റെ അറിവിൽ ഓർമ്മ പെട്ടെന്ന് ഒരു ദിവസം എങ്കിലും ദൈവസന്നിധിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഒരു ദിവസം. അതിനിപ്പോൾ ഞാനിപ്പം വേണം കറിഞ്ഞേക്കാവുന്നത്. ഹൃദയ തകർച്ചയോട് വന്നുപോയ പാപത്തെ ഓർത്ത് അനുദപിച്ചിട്ട് പറയണം, എന്നെക്കാൾ ചെറിയ നിസാര തെറ്റ് ചെയ്തവരെ പോലും ദൈവമേ തട്ടിക്കളഞ്ഞല്ലോ, എന്നെക്കാളും അപരാധം ചെയ്തവരെ അല്ലെ എന്നെക്കാളും കുറവ് ചെയ്തവരെ എല്ലാം മാറ്റി ദൈവം, പക്ഷെങ്കിൽ എന്നെ നിർത്തിയിരിക്കുക. ലൂസിഫർ എന്താ ചിന്തിച്ചോളൂ മനസ്സിൽ? വല്ലവരും ഉപദ്രവിച്ചോ? ഉള്ളി പോയി ഇല്ല. നെബൂഖദ്നേസർ വല്ലവരും ഉപദ്രവിക്കുകയാണോ ചെയ്തേ? നിരൂപിച്ചതാ. പീലാത്തോസ് ആകട്ടെ, ഹെരോദാവാകട്ടെ, ഹെരോദാവ് നിഗളിച്ചോളല്ലേ?
കൃമിക്കിരയാ. അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ അവരെക്കാളും ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? സ്തോത്രം. എപ്പോഴും നമ്മൾ എന്തെങ്കിലും മേഖലയിൽ ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ, നമുക്കൊരു ദൈവം ഒരു കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ ആ കൃപയെ നിങ്ങൾ കഴിവായിട്ട് പറയരുത്. ഒരിക്കലും ദൈവമക്കൾക്ക് അത് പറയാൻ പാടില്ല. ഞാൻ ഓരോരുത്തരുടെ വായിൽ നിന്ന് ചിലപ്പോൾ വരുന്ന ഐ എം എൻ എക്സ്പേർട്ട് ഡ്രൈവർ എന്നൊക്കെ പറയും എന്നോട് ചിലർ. പിറ്റേ ദിവസം കേൾക്കുന്നതിന് അറിയാം, എക്സ്പേർട്ട് ഡ്രൈവറാ. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഡ്രൈവർ ആരായിരുന്നു? മൈക്കിൾ ഷൂമേക്കർ. എവിടെ കിടക്കുന്നത് ഇപ്പം? പുള്ളിക്ക് പോലും അറിയത്തില്ല പുള്ളി ഏത് സ്റ്റേജിലാണെന്ന്. ലോകം കണ്ട ഏറ്റവും വലിയ ആളാണ്. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കിയ കഴിവെന്ന് പറയുന്നത് തന്നെ നമ്മൾ ചിന്തിച്ചു വേണം പിശാചിൻ്റെ വാക്കായിട്ട് കണ്ടോണം. ഞാൻ കർത്താവേ എനിക്ക് നമ്മൾ പറയേണ്ടത് തന്നെ പൗലോസ് പറഞ്ഞല്ല, എല്ലാം ഞാൻ ചപ്പന്നും ചമർന്നു വേണ്ടുന്നു, അവൻ്റെ ശക്തി എന്നിൽ തികഞ്ഞു വരണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. നമ്മൾ പിടിച്ചിരിക്കുകയാണ്, ഞാൻ ഇന്ന കോളേജിലെയാണ്, ഞാൻ ഇന്ന പാരമ്പര്യത്തിലുള്ളതാണ്, ഞാൻ ഇന്ന അറിവുള്ളവനാണ്. കർത്താവ് പറയുന്ന ഈ അറിവും കൊണ്ട് കുറേ നാൾ നടക്ക്. പൗലോസിൻ്റെ പദമുണ്ട്, ഞാൻ എൻ്റെ ബലഹീനതയിൽ സന്തോഷിക്കുന്നു, അല്ലേ? സ്തോത്രം. നമ്മൾ പറയണേ എൻ്റെ കഴിവില്ലായ്മയിൽ ഞാൻ സന്തോഷിക്കുന്നു. കഴിവ് പറയരുത് ദൈവമക്കളെ, കഴിവിൽ പറയരുത്. ഞാൻ എപ്പോഴും ഈ വർഷിപ്പ് ലീഡേഴ്സിനോട് പലപ്പോഴും ഞാൻ പലയിടത്തും പറയുന്നതാണ്, ഒരിക്കലും നിങ്ങളുടെ താലന്തിലോ കഴിവിലോ നിങ്ങൾ പ്രശംസിക്കരുത്. എപ്പോഴും പറയണം, ഇതെൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരെയും ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ ശുശ്രൂഷയിൽ അവർ താഴോട്ട് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ചിലർ ഭയങ്കര പ്രസംഗകരാ, അവരാ പ്രസംഗത്തിൻ്റെ ഭാഷയൊക്കെ കൂടിയിട്ട് പറയും, ഞങ്ങളിതൊന്നും ചുമ്മാതൊന്നും അല്ല, കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പാടിച്ച് പിന്നെ കേൾക്കുന്നത് അധോഗതിയാണ്. ചിലർ പറയും ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാന്ന് പറയും, പിന്നെ 2 വർഷത്തേന് കാണാൻ പോലും കാണത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞത്, കഴിവിൽ പ്രശംസിക്കരുത്, പ്രാർത്ഥനയിൽ പുകഴരുത്, നമ്മുടെ പ്രവർത്തികളിലും കഴിവിലും നമ്മൾ പ്രശംസിക്കരുത്. ഇത് മുഴുവൻ നിഗളത്തിൻ്റെ വാക്കുകളാണ്. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. അൺകൺഫസ്ഡ് ആയിട്ട് കിടക്കുന്ന സിൻ. 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. എഫേസ്യർ 4:30 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ബിക്കോസ് ഹീസ് സോ ഹോളി. അങ്ങനെ തന്നെ നമ്മൾ പറയണം, പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും എന്നിൽ നിന്ന് പറയരുത്. ഞാൻ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് എൻ്റെ പാസ്റ്ററുടെ അഭിഷേകത്തിൻ്റെ ഭാഷ മുഴുവൻ എനിക്ക് കാണാതറിയായിരുന്നു. ഇപ്പം ഞാൻ പല വീടുകളിൽ ചെല്ലുമ്പോൾ പിള്ളേർ കാണിക്കാറുണ്ട്, സോണിച്ചാൻ്റെ പാട്ട് രീതിയും എൻ്റെ ആക്ഷൻസും ഒക്കെ പിള്ളേർ കാണിക്കും. സത്യം. ഇടയ്ക്ക് ഭവന സന്ദർശനങ്ങൾ നടത്തണം എന്നെ പോലെ. ഇപ്പം ചിന്തിക്കുക, എൻ്റെ ഭാഷ എൻ്റെ വീട്ടിൽ വന്നിട്ട് 2.25 വർഷം ഞാൻ എഴുതി വെച്ചിരിക്കുക ഭാഷേ, അല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ ചിന്തിക്കണമേ. അപ്പം എനിക്ക് പ്രശ്നമായത് ഈ പാസ്റ്ററുടെ ഭാഷ മുഴുവൻ എനിക്കറിയാം, മുഴുവൻ എൻ്റെ ഭാഷ അത് തന്നെ ഞാൻ കാണാൻ പഠിച്ചു വെച്ചു. എന്തെങ്കിലും അഭിഷേകം നൽകുമ്പോൾ ഇത് മുഴുവൻ അങ്ങ് ചേർത്താൽ മതിയല്ലോ. പിന്നെ എൻ്റെ പ്ലാൻ അതായിരുന്നു, ഭയങ്കര പ്ലാൻ്റെ ആളായിരുന്നു ഞാൻ. ഒരു വാക്ക് തരണമേ തന്നെയായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ബാക്കി മുഴുവൻ എൻ്റെ ഉണ്ടെന്നേ ഒരെണ്ണം. കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാൻ തന്നതാടാന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ അഭിഷേകത്തിൻ്റെ ഒരു ഭാഷ പോയിട്ട് സ്വപ്നം പോലും കാണിക്കുന്നു, ഞാൻ കാണാൻ പഠിച്ചോളാം ഞാനും പറഞ്ഞു. അദ്ദേഹം പറയുന്ന രീതികളിൽ പറയാനറിയാം, അദ്ദേഹം എടുക്കുന്ന സ്റ്റെപ്പുകളെ, അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള ആക്ഷൻസ് മുഴുവൻ കാണാൻ പഠിച്ചു വെച്ചിരിക്കുക. എന്തെങ്കിലും കർത്താവ് ഒരു ഭാഷ, ബാക്കി എൻ്റെ ഉണ്ട്. പേടിയായിപ്പോൾ. പിന്നെ എന്നാണെന്നറിയോ, ഭാഷയൊട്ട് കിട്ടുന്നുമില്ല. കർത്താവേ, ഈ പ്രെയർ ഗ്രൂപ്പിൽ തന്നെ ഈ ഭാഷ പറഞ്ഞാൽ ഇത് ഭാഷയുടെ ഭാഷയാണെന്ന് പിടിയും കിട്ടും. പിന്നെ ഭയമായി തീർന്നു. കാര്യം കർത്താവേ, എനിക്ക് അന്യഭാഷ വേണ്ട, കാര്യം തന്നാൽ ഇതും ഞാൻ പറയും കൂട്ടത്തിൽ. സ്തോത്രം. തന്നാൽ ബിജു ചെറിയാൻ്റെ അന്യഭാഷ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് വരും എന്നുള്ള പേടിയിൽ മാതാപിതാക്കൾ ബ്ലോക്ക് ചെയ്യണ്ട. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
പിന്നെയാണ് ദൈവം എനിക്ക് തുറന്നു തന്നത്. അതുകൊണ്ട് പറയണം, കർത്താവേ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അടുത്തതൂടെ പറഞ്ഞാൽ നിർത്താം. 6 കൂട്ടായിരുന്നു, 5 മതിയെന്ന്. അടുത്തത് ഇച്ചിരി ഗൗരവമായിട്ട് നിങ്ങൾ ടൈറ്റിൽ കേൾക്കുമ്പോഴേ. ഒന്നാമത്തെ പറഞ്ഞേ, ആരെ സംശയം? എന്നെ സംശയമുണ്ടോ ആർക്കെങ്കിലും? രണ്ടാമത്തേത്, റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇൻഫ്ലുവൻസ്. സ്തോത്രം. റിലീജിയസ്. എൻ്റെ മമ്മി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ മമ്മി ഇപ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല സുബോധത്തിലാണ്, ഭയങ്കര ആക്റ്റീവാണ്, എന്നെക്കാളും ആക്റ്റീവാണ്. ഇപ്പോഴും എന്നോട് പറയും, പക്ഷേ മരിക്കുമ്പോൾ എന്നെ ചിലപ്പോൾ നമ്മുടെ കല്ലറ ഞങ്ങൾ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പൊടിപ്പിക്കുവാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അടക്കിയിട്ടേ കല്ലറ, പണ്ടത്തെ മമ്മിയുടെ അപ്പനെ അടക്കി കല്ലറ കൊണ്ട് അടക്കണം എന്നാ, മണ്ടാടുപള്ളിയിലെ കൊണ്ട. ഞങ്ങളിപ്പോൾ പൊടിപ്പീരാമെന്ന് പറഞ്ഞു. അവരാണ് എനിക്ക് ഇംഗ്ലണ്ടിൽ കൊണ്ടുവെക്കാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എന്തുവാടാ ഈ പറയുന്നതൊക്കെ എന്നോട് ചോദിച്ചു. അവരുടെ ജീവിതത്തിൽ അടക്കൽ എവിടാന്നുള്ള, നമ്മുടെയോ ഉയർപ്പ അല്ലേ? എവിടെ നിന്ന് ഉയർക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എവിടെ അടക്കിയാലുണ്ടാ ഉയർക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അടുത്തത് അല്പം കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് പലരിലും ഉണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലുള്ള ദൈവമക്കൾക്ക്. അതെന്നാന്ന് വെച്ചാൽ ഇമോഷണൽ വൂണ്ട. അതിൻ്റെ മലയാളം എന്നതാ? അതാ എൻ്റെ വിഷയം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ അർത്ഥം എന്താ? മലയാളം എന്നാ? നമ്മൾ അച്ചുവിന് മലയാളം ഹിന്ദി പറയൂ? വൈവാഹിക തടസ്സം. കറക്റ്റാ മോനെ, ഉണ്ടോ? അവൻ അതിന് കണ്ടുപിടിച്ചിരിക്കുന്ന ആൻസറാ. ആ ജിക്സം പറയുമായിരുന്നു, പിന്നെ അംഗീകരിച്ചേനെ. അതിന് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മാനസിക തകർച്ച ഉണ്ടാക്കിയ മുറിവുകൾ, ഇമോഷണൽ വൂണ്ട്. ദൈവമക്കളെ, മാനസികമായിട്ട് നമ്മളെ മുറിവിലോടുകൂടി വന്ന് നമ്മൾ ആരാധിക്കാൻ നിന്ന ഒന്നിയിലുണ്ടല്ലോ, നമ്മൾ നിയന്ത്രിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്ത് കയറി ആരാധിക്കും നമ്മൾ. അവിടെ നമ്മൾ ജയിക്കും ചിലപ്പോൾ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മളിൽ മുറുകെ പറ്റിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കേരളത്തിൽ പ്രാർത്ഥിച്ച സഹോദരൻ ആ പിതാവിനോട് ക്ഷമിച്ചു. ഞങ്ങളെ മണർകാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുണ്ടല്ലോ, ഞാൻ മണർകാട് എന്തിനാ എപ്പോഴും പറയുന്നതെന്നറിയാവോ? ഞങ്ങളെ നിങ്ങൾ ഈ ഇപ്പം പറയും മണ്ണെണ്ണപ്പാട്ടെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, ഈ പെട്രോളിൻ്റെ ക്യാൻ കണ്ടിട്ടുണ്ടോ? തകരട്ടിന് വലുതാണ്, 5 ലിറ്റേഴ്സിൻ്റെ ഒക്കെ. ഇപ്പോൾ നമുക്ക് ഈ ഷെല്ലിലൊക്കെ ചെന്നാൽ കിട്ടും. അങ്ങനത്തെ പാട്ട കൂട്ടി ഞങ്ങളെ അവിടുന്ന് ഓടിച്ചതാണ്, മണ്ടാട്ടിൽ നിന്ന്. ബന്ധുക്കോസുകാരുടെ അനുഭവം കൊണ്ടുവന്നതിന്. കാര്യം അച്ഛനെയൊക്കെ സ്നാനപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ നയിച്ചത് ആ ദേശത്തിന് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായി. ഞങ്ങളവിടുന്ന് ഓടുമായിരുന്നു. ഞാനറിയാവുന്ന വേറൊരു പാസ്റ്ററുടെ കുടുംബമുണ്ട്, ഒളശ്ശെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. അവർ ജ്ഞാനായക്കാരാണ്, വിശ്വാസമാർഗം സ്വീകരിച്ചിട്ട് രാത്രിയിൽ അവർ വലിയ ഈ മണ്ണെണ്ണയുടെ ബാരൽ അവരുടെ വീട്ടിലോട് ഉരുട്ടി വിട്ടു. പേടിച്ചോടാൻ, മാനസിക വിഭ്രാന്തി ഉണ്ടാകാൻ. അവരവിടെ വിട്ട്, ഒളശ്ശ വിട്ട് സംക്രാന്തി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് അവർ രാത്രി പോയി അവിടെ കടത്തന്നെ കടന്നിട്ട് അവിടെ സ്ഥലം മേടിച്ച് കോട്ടയത്തൊരു ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്, ലണ്ടനിലുണ്ട്. സ്തോത്രം. ഇമോഷണൽ വൂണ്ട്. പേടിച്ചു പോയിട്ടുണ്ട് ഞാനൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ. കാര്യം കല്ലെറിയുവോ? അപ്പം നമ്മളെ ഉപദ്രവിച്ച ആ പേടിപ്പെടുത്തുന്നതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആത്മാവിൻ്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതിന് തടസ്സമായി നിൽക്കും. സ്തോത്രം. കറക്റ്റ് തല കുലുക്കുന്നുണ്ട് പ്ലസനെ. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഒന്ന് വായിച്ച ഒരു അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 11:44 വായിച്ചങ്ങ് നിർത്താം. നമുക്കറിയാം ഇതേ സംഭവം. ആ സംഭവം ലാസറും യേശു ക്രിസ്തുവും തമ്മിലുള്ള ഒരു ഇതാണ്. അപ്പം ശാരീരികമായിട്ടുള്ള മുറിവുകളോട് കൂടി തന്നെയാണ് പുള്ളി പുറത്തു വരുന്നത്. യേശു കർത്താവ് തൻ്റെ
മുറിവുകളെ കാണിച്ചു അല്ലേ? ഈ മുറിവ് ഉണ്ടല്ലോ, ലാസറിൻ്റെ മുറിവൊക്കെ പിന്നെ അങ്ങ് ഉണങ്ങി. മാനസിക മുറിവുകൾ ഇങ്ങനെ നമ്മളെ കാർന്ന് നിന്നുകൊണ്ടിരിക്കും. ഇന്ന് പകൽ പറയണം, കർത്താവേ സ്തോത്രം സ്തോത്രം, ഞങ്ങളെ മുറിവേൽപ്പിച്ചവരെ, ഇമോഷണലി ഞങ്ങളെ വൂണ്ടിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോയ അനുഭവത്തെ ഞങ്ങൾ ഇന്ന് ജയിക്കും. ഭയങ്കര കഷ്ടപ്പെട്ട പരിപാടിയാണ് എന്നും പറഞ്ഞ് നിങ്ങളിന്ന് പോയി സൈക്കോളജിസ്റ്റിനെയോ സൈക്കോതെറാപ്പിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ അതൊന്നും കാണേണ്ട കാര്യമില്ല. എന്നെ കണ്ടാൽ മതി. കാര്യം എന്താണെന്നറിയോ, നമ്മൾ അന്നേരം എന്നാൽ പിന്നെ ഒരു മെഡിക്കൽ ഒരു സപ്പോർട്ട് അങ്ങ് എടുത്തേക്കാം, ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടേക്കാം. എന്താ ഇല്ലാത്ത ഭ്രാന്തും കൂടെ പറഞ്ഞ് അവർ ഭ്രാന്തനാക്കി, മുഴു ഭ്രാന്തനാക്കി നമ്മളെ തിരിച്ചു വിട്ടിട്ട് പറയും ഇതേണ്ട് ഞാൻ വന്ന് നിൽക്കുന്നു പറയും. പാസ്റ്റർ അല്ല, ബ്രദർ സൈക്കാട്രിസ്റ്റ് ആണോ? അല്ലല്ലോ, അനസ്തെറ്റിസ്റ്റ് അല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഞാൻ പണ്ടൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സഭയിൽ. ഞാൻ അദ്ദേഹത്തെ സൈക്കാട്രി എന്നുള്ളതിൽ മലയാള പദം പറഞ്ഞപ്പോഴത്തേന് തെറ്റിപ്പോയി. നമ്മുടെ നിഷയുടെ ഹസ്ബൻഡാണോ സൈക്കാട്രി അല്ലേ? അതെ 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 അതെ, നിഷയുടെ ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ നിഷ ഇല്ലാത്ത ദിവസം പറയാതെ, അതേ പിന്നെ വന്നിട്ടില്ല ഇങ്ങോട്ട്. മനോരോഗ വിദഗ്ധനെന്ന് പറയാൻ വന്നതാ. മനോരോഗി പുള്ളി എന്നെ, ഞാൻ പറഞ്ഞു മനോരോഗങ്ങളുടെ രോഗി. പുള്ളി പറഞ്ഞു ഞാൻ തന്നെ. കറക്റ്റ് പറ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരാളാന്ന് പറഞ്ഞു. സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മനോരോഗിയാക്കി കളഞ്ഞ. സ്തോത്രം. അപ്പം നമ്മുടെ ചിന്തകളിൽ നമ്മൾ മാറ്റം വരുത്തണം. നമ്മുടെ ചിന്തകളിൽ നമ്മൾ എവിടെ മുറിവേറ്റോ അതിനോട് പറയണം, ആ മുറിവ് ഒരു പക്ഷെങ്കിൽ കർത്താവെ എന്നെ കൂടുതൽ നീയുമായിട്ട് അടുപ്പിക്കാനൊരിടയായി എന്ന് പറയാൻ കഴിയുമോ? വൂണ്ടുകൾ, ഇമോഷണലി വരുത്തിയിരിക്കുന്ന വൂണ്ടുകളുടെ, ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, ഇതൊക്കെ നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഫസ്റ്റ് പറയേണ്ടത്. എന്നാലും ഞാൻ പറയുകയാണ്, വന്നിരിക്കുന്ന മുറിവുകളെ നമ്മൾ മാറ്റണം. ഒന്നാമതെന്നെ ഒന്നുകൂടെ ഇത് പറഞ്ഞേ. രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്തിനെ? നാലാമത്തേത് അൺകൺഫസ്ഡ്. അഞ്ചാമത്തേത് ഇമോഷണൽ വൂണ്ട്. നിങ്ങളിത് എഴുതി വെക്കണം. ഞാൻ വേണം ഇന്ന് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇടാം. ഇതിൻ്റെ മേൽ ഏതിലെങ്കിലും നിങ്ങൾ പെട്ടിട്ടുണ്ട്. ഫുഡാഹാരം കഴിക്കുന്നു, ആദ്യം പറഞ്ഞതിലേക്ക് മടങ്ങി വരാം. രുചിയ ആരാധന ഭയങ്കര നല്ല രസമാണ് കാണാനും, ആരാധിപ്പിക്കുന്നവർക്കും കരവടി കാണാനും. ആത്മനിറവിലാണോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നടക്കപ്പെടുന്നുണ്ടോ? അതോ വായിലിരിക്കുന്ന ആഹാരം പോലെയാണോ? ഒരാരാധനയിൽ ഉയരുന്ന, സുഗ്രാഹ്യമായ ആരാധനയിൽ ഉയരേണ്ട മണമടിച്ച് യഹോവയാം ദൈവം ഇറങ്ങി വന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് ആരാധനയിൽ ഉയരേണ്ട സൗരഭ്യവാസന ഉയരുന്നതോടൊപ്പം ആത്മനിറവിൽ ഒരു കരയടിക്കുമ്പോഴോ അല്ലെങ്കിൽ ആത്മാവിൽ രണ്ട് സ്തോത്രം പറയുമ്പോഴോ മാനിഫെസ്റ്റേഷനിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടക്കപ്പെടുന്നതിന് വിരോധമായി ഇതിലേതെങ്കിലുമൊക്കെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും മുഴയല്ല ആഹാരം വയറ്റി ചെല്ലാതിരിക്കാൻ തൊണ്ടയിൽ. ചിലർക്ക് ഈസോഫാഗസ് എന്ന് പറഞ്ഞ സ്ഥലമായിരിക്കും, അതൊക്കെ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞേ. ചിലർക്ക് തൊണ്ടയിലായിരിക്കും, ചിലർക്ക് അത് വായിലിട്ട് ഞൊളയുന്ന ഇങ്ങനെ ഇഷ്ടമായിരിക്കും, ചൂവിങ് ഇടുന്ന പോലെ. അപ്പം ഇതെന്തോ കുഴപ്പമുണ്ട്. അപ്പം നിങ്ങളത് തിരിച്ചറിയണം. എന്നിട്ട് അതിൻ്റെ മേൽ ജയമെടുക്കണം. ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നിങ്ങൾ കണ്ണടച്ച്, ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ചോദിപ്പിക്കാം. എല്ലാവരും കണ്ണടച്ചോ. എന്നിട്ട് ഒന്ന് ചോദിച്ചേ, കർത്താവേ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുടെ മേലും അത്ഭുതം നടക്കേണ്ടതാണല്ലോ. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതാണല്ലോ കണ്ടതും കാണാനിരിക്കുന്നതും ഉളവാകട്ടെ എന്നുള്ള വാക്കിനാൽ ഉളവാക്കിയത് മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. മറിയ ഒരു വെർജിനായിരുന്നു. അത്യുന്നതനായവൻ നിന്റെ മേൽ നിഴലിട്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ഗർഭം ധരിക്കും. അപ്പം കർത്താവേ ആത്മാവിൻ്റെ പ്രവൃത്തിക്ക് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീല, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ നസ്രത്ത് വിട്ട് കഫർനഹൂമിൽ
യേശു ഉദ്ധാരണത്തിന് ദിനം ഉയർത്തു. അങ്ങനെയാണെങ്കിൽ ആത്മാവെ ഒന്ന് സംസാരിച്ചേ. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന് വിരോധമായിട്ട് എവിടെയാണുള്ള കുഴപ്പം? ഒന്ന് സംശയമാണോ? അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ അവിടുത്തെ ശുശ്രൂഷകൻ പഠിപ്പിച്ചിരിക്കുന്നതാണോ? അല്ലെങ്കിൽ ഞാനൊരു പൗരോഹിത്യ മണ്ഡലത്തിൽ നിന്ന് അതിൽ നിന്ന് ഇറങ്ങി വന്നവനായിരിക്കാം. അവിടെയാണോ? ക്ഷമിക്കപ്പെടാത്ത അൺകൺഫെസ്ഡ് ആയിട്ടുള്ള സിന്നുകളുണ്ടോ? പരിശുദ്ധാത്മാവിനെ എനിക്ക് പേടിയാണോ? മുറിവുകളാണോ? എൻ്റെ ദൈവമേ, ഞാൻ ഇന്ന് വീട്ടിൽ ചെന്നും ഇതൊന്ന് റിവൈസ് ചെയ്യും. എന്നിലുണ്ടായിരിക്കുന്ന തടസ്സങ്ങളെ, ബ്ലോക്കേജുകളെ മാറ്റി. അനന്യാസ് പൗലോസിനോട് പറഞ്ഞത്, ശൗലേ പൗലോസേ, നീ എഴുന്നേൽക്ക, നീ കാഴ്ച പ്രാപിക്ക, നീ ആത്മപൂർണനാകേണ്ടതിന് കാഴ്ച പ്രാപിക്ക. ദൈവമേ, ഈ ജനത്തിനായിട്ട് അടിയനും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. അത് പ്രവർത്തനരഹിതമായിരിക്കുന്ന ഏരിയകളെ അങ്ങനെ ആക്കുവാനുള്ള കാരണങ്ങളെ ഞങ്ങൾ ഈ സഭായോഗത്തിലാണെങ്കിലും ഒന്ന് കേട്ടു. ദൈവമേ, അങ്ങ് ആത്മാവാണ്, ദൈവം ആത്മാവാകുന്നു. ആത്മാവിൻ്റെ പ്രവൃത്തി എന്നിൽ നടക്കാതിരിക്കാൻ ഇട്ടത് ഏത് ഏരിയയിലുള്ള തടസ്സമാണോ അതിനെ ജയിപ്പാൻ ദൈവാത്മാവേ എനിക്കൊരു പുത്തൻ കൃപ തരണം. അല്ലാതെ എനിക്കതിൽ നിന്ന് ഒരു മോക്ഷമില്ല, ഒരു ജയമില്ല. അത് ബ്ലോക്കേജായിട്ട് തന്നെ കിടക്കും. ഒരു പുത്തൻ അഭിഷേകത്താൽ എന്നെ നയിച്ച് ശൗൽ ആത്മപൂർണനായതുപോലെ, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചതുപോലെ എന്നെയും ആക്കി തീർക്കണം. എൻ്റെ ഹൃദയം തകർന്ന് ഉറച്ച നിലവിളിയോടുകൂടിയുള്ള ഈ പ്രാർത്ഥന അങ്ങ് നിരസിക്കല്ലേ. വരും ദിവസങ്ങളിൽ ആത്മാവിൻ്റെ പ്രവൃത്തി ആരാധനയിൽ മാനിഫെസ്റ്റേഷനായി. നൃത്തം ചെയ്യുവാൻ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുമ്പോൾ ഞാൻ നൃത്തം ചെയ്യും. എനിക്ക് മുട്ടുമേലിരുന്ന് ആരാധിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ മുട്ടുമേലിരുന്ന് ആത്മാവ് എന്നോട് ഗൈഡ് ചെയ്യുന്നത് ഏതും ഞാൻ ചെയ്യും. അതിനായിട്ട് എന്നെ ഒരുക്കണം. എൻ്റെ മേൽ കൃപ പകരണേ, കൃപ പകരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ടിനുവിന് മുമ്പോട്ട് കടന്നു വരുന്നതും ഒരു പാട്ട് പാടുന്നു. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട്